അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് ശർക്കര ദോശയാണ്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് തയ്യാറാക്കുന്നത് കേട്ടോ. വളരെ എളുപ്പമാണ് തയ്യാറാക്കാൻ, നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മൾ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത്. നമ്മൾ ഗോതമ്പും ശർക്കരയും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ദോശ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ, ശർക്കര പാനി 1 കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പാനിയാക്കി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ശർക്കര വെള്ളത്തിൽ കലക്കിയിട്ട് 1 കപ്പ് എടുത്താൽ മതി. അപ്പോൾ മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി, സോഡാപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഇനി ഇത് നമുക്ക് ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളത്തിൻ്റെ അളവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അത് പറയാം എത്രയാണെന്നുള്ളത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഈ ഒരു പരുവത്തിനാണ് മാവ് ഇരിക്കേണ്ടത്. ഞാൻ അരച്ചെടുക്കുന്ന സമയത്ത് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് നമുക്ക് മാവ് കിട്ടും. അപ്പോൾ ഇതിന് നമുക്ക് ചുട്ടെടുക്കാം. പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഓയിലിന് പകരം നെയ്യായാലും മതി, അത് നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ കുട്ടിയൊക്കെ ആകുമ്പോൾ നെയ്യായിരിക്കും കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു വശം ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമുക്കത് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ശർക്കര ദോശ, ജാഗരി ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടി റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ദോശ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറി ഇല്ലെങ്കിൽ കൂടിയും കഴിക്കാൻ പറ്റിയതാണ്. കാരണം ശർക്കര ഉള്ളതുകൊണ്ട് നല്ല മധുരമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു, വളരെ ഈസി ആയിട്ടുള്ളൊരു ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. നമ്മുടെ ചാനലായി സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്